നമ്മൾ ചെയ്യുന്നത് പുതിയൊരു അറിവ്, പുതിയ ഒന്ന് കണ്ടുപിടിക്കുന്നല്ല ചെയ്യണം. നമ്മൾ ഖുർആനിലെ മറ്റു ആയത്തുകളെ എടുത്ത് ഒരു ആയത്തുകളെ വിശദീകരിക്കുകയാണ് ചെയ്യണം. നമ്മളെ പണി അതാണ്. ഖുർആനിലെ ചില ആയത്തുകൾ എടുത്ത് മറ്റു ചില ആയത്തുകളെ തല്ലുക. അപ്പോൾ ജീവനില്ലാത്ത ആശയങ്ങൾക്ക് ജീവനുള്ള ആശയം കൊണ്ട് തല്ലുമ്പോൾ അതിന് ജീവൻ വെച്ച് രംഗത്ത് വരികയാണ്. കദാലിക യുഹീല്ലാഹിൽ മൗത. അങ്ങനെയാണ് നിർജീവമായ അജ്ഞതയാവുന്ന ആശയങ്ങൾക്ക് സജീവത വന്നത് പുറത്തു വരുന്നത്. അങ്ങനെയാണ്. ആ പണിയാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ഖുർആനിൽ നമ്മൾ പുതിയ ഒന്നും നമ്മുടെ വകയായിട്ടത് പുതിയ വ്യാഖ്യാനമല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ശരിക്കും ഈ പ്രപഞ്ചത്തിൽ തന്നെ നമ്മുടെ അറിവുണ്ട്, ഇഷ്ടംപോലെ അറിവുകളുണ്ട്. ഈ അറിവ് തന്നെ കണ്ടെത്താനുള്ള പ്രേരണയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ചിലവര് ചോദിച്ചു, എന്തിനാണ് ഈ പുസ്തകം? ഈ പുസ്തകം എന്തിനാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുകയും ഇങ്ങനെ വിശദീകരിക്കുകയും ചെയ്യണത് എന്ന് എന്റെ സഹോദരങ്ങൾ ചിലവര് ചോദിച്ചു. ഞാൻ പറയട്ടെ, ഒരു ജനത ചില ശാരീരിക അഭ്യാസങ്ങൾ കൊണ്ട് ഈ ലോകത്തും പരലോകത്തും മോക്ഷം കിട്ടും എന്ന് വിശ്വസിച്ചു പോകുന്ന ഒരു ജനതയാണ്. അങ്ങനെ ചില ശാരീരികമായ പ്രകടനങ്ങളും അഭ്യാസങ്ങളും തലകുത്തിമറിയലുകളും നടത്തിയാൽ മനുഷ്യന് വിമോചനമോ പുരോഗതിയോ നേട്ടമോ ഒന്നും ലഭിക്കുകയില്ല. അവന്റെ ബുദ്ധിപരവും വൈജ്ഞാനികവും സാംസ്കാരികവുമായ ഉന്നമനത്തിലൂടെ സാധിക്കുകയുള്ളൂ എന്നൊരു ജനതയെ പഠിപ്പിക്കാനുള്ള വായനയാണ് ഈ വായന, അല്ലാതെ വേറൊന്നിനുമല്ല. അറിവ് നമ്മുടെ മനസ്സിൽ തന്നെ ചുറ്റുപാടന്നെ അള്ളാഹു സജ്ജമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കൽ നിങ്ങളോട് എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പണ്ടൊരു കഥ പറഞ്ഞതാണത്. ഒരു മനുഷ്യൻ ഭിക്ഷയാചിക്കുകയാണ്. ഭിക്ഷയാചിക്കുന്നത് വാപ്പയായിട്ട് ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പെട്ടിപ്പുറത്ത്. വാപ്പി ആ പെട്ടിപ്പുറത്തിരുന്നിട്ട് തന്നെയാണ് ഭിക്ഷയാചിച്ചത്. വാപ്പാടെ വാപ്പിയും ആ പെട്ടിപ്പുറത്തിരുന്നിട്ട് തന്നെയാണ് ഭിക്ഷയാചിച്ചത്. അങ്ങനെ മൂന്നാമത്തെ തലമുറ വന്നപ്പോഴും അയാളും ആ പെട്ടിയുടെ പുറത്തിരുന്നിട്ട് തന്നെയാണ് ഭിക്ഷയാചിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇയാളോട് ചോദിച്ചു, എന്തിനാ ഈ പെട്ടി? കുറച്ച് സ്ഥലം മാറിയിരുന്നൂടെ നിങ്ങൾക്ക്? കുറച്ച് അപ്പുറത്തേക്കെങ്കിലും ഇരുന്നിട്ട് ഭിക്ഷയാചിച്ചുകൂടെ? അവൻ പറഞ്ഞു, എന്റെ വാപ്പയായിട്ട് ഇതിന്റെ മുകളിൽ തന്നെ ഇരിക്കണം, ഞാനായിട്ട് ഇനിയിപ്പോ ഇവിടുന്ന് മാറണമെന്നിട്ട്. അവസാനം ഈ ചെറുപ്പക്കാരൻ അയാളോട് പറഞ്ഞു, നീ സ്ഥലം മാറുന്നില്ലെങ്കിൽ വേണ്ട, ഈ പെട്ടിയുടെ ഉള്ളിൽ എന്താണെന്നുള്ളതെങ്കിലും ഒന്ന് തുറന്നു നോക്ക്. അതും തയ്യാറല്ല. എന്റെ വാപ്പ തുറന്നു നോക്കിയിട്ടില്ല, വാപ്പാടെ വാപ്പ തുറന്നു നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാനും തുറക്കൂല. അവസാനം ഇവനെ പറഞ്ഞ് പ്രേരിപ്പിച്ച് സമ്മർദ്ദം ചെലുത്തി അവസാനം പൂട്ടുപൊളിച്ചു നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ മുത്തുകളും രത്നങ്ങളും പവിഴങ്ങളുമാണ്. ഇത് തന്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ഈ ആരാന്റെ 2 രൂപയും 50 പൈസയും 1 രൂപക്കും കൈ കാട്ടണം. മനുഷ്യന്റെ ബുദ്ധി അള്ളാഹു 3.5 വർഷം കൊണ്ട് സെറ്റ് ചെയ്തതാണ്. 11.5 കൊല്ലമാവും അവന്റെ പൂർണ്ണമായ അവന്റെ നെഫ്സിന്റെയും കൽബിന്റെയും സെറ്റിങ് കഴിയുമ്പോഴേ. ഒരു അരമണിക്കൂറുള്ള നമ്മുടെ കയ്യിലുള്ള ഒരു ചിപ്പിൽ കൊള്ളും ഒരു ഇന്ത്യയിലെ മുഴുവൻ അറിവും. അത്രമാത്രം അറിവുകളെ സെറ്റ് ചെയ്യാൻ വർഷങ്ങളെടുത്ത് അള്ളാഹു സെറ്റ് ചെയ്ത ഇവന്റെ ബുദ്ധിയിൽ അവനെ നിരീക്ഷിക്കാനുള്ള ഒരു പ്രപഞ്ചവും അവന്റെ മുമ്പിൽ തുറന്നു കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടേണ്ട അറിവുകളെ അവൻ കണ്ണു തുറന്ന് കാണാതെ അഹമ്മദ് പറഞ്ഞതും മഹമ്മദ് പറഞ്ഞതും ബുഹാരി പറഞ്ഞതും മുസ്ലിം പറഞ്ഞതും സൂഫി പറഞ്ഞതും പോക്കര് പറഞ്ഞതും കൈനീട്ടി ആ 2.5 ഉറുപ്പ്യക്ക് കൈനീട്ടി കുത്തിരിക്കുന്ന അല്ലെങ്കിൽ 50 പൈസക്ക് കൈനീട്ടി കുത്തിരിക്കുന്ന ഈ ഭിക്ഷക്കാരന്റെ അവസ്ഥയാണ് മനുഷ്യർക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാട്ടിലൊരു ഇപ്പൊ മുസ്ലിം സംഘടനകളിലെ 2 സംഘടനകൾ യോജിച്ചപ്പോ അതിന് മറുപടി അതിന്റെ വേറൊരു ഗ്രൂപ്പ് വെച്ചപ്പോ വയലിന് വരണോന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ആ വയലിന് ഞാനില്ല. അവിടെ 3 മണിക്കൂർ പറഞ്ഞാൽ എന്താ കിട്ടാന്ന് എനിക്കറിയാം. അതിലും വിജ്ഞാനങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കോണിലേക്കും കണ്ണു തുറന്നിരുന്നാൽ കിട്ടാവുന്ന അറിവുകളുണ്ട്. സ്നേഹത്തിന്റെ, ദയയുടെ, കാരുണ്യത്തിന്റെ, ജീവജാലങ്ങളെ നിരീക്ഷിച്ചാൽ തന്നെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ദയാവായ്പിന്റെ, പങ്കുവെക്കലിന്റെ അറിവുകൾ യഥേഷ്ടം കിട്ടാനുണ്ട്. അവിടെ പോയാൽ പകയുടെ, വിദ്വേഷത്തിന്റെ, ശത്രുതയുടെ, അസൂയയുടെ, കുറ്റം പറച്ചിലിന്റെ അറിവുകളല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. ഞാനില്ലാന്ന്. അപ്പൊ ഇതാണ് ഈ അറിവുകളെ നമ്മൾ കണ്ടെത്താനും മനസ്സിലാക്കാനും അതൊക്കെ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ളത് നമ്മൾ അതാകാനുമാണ്.